Good evening. This is Vikas Karthik. This is Radhika Menon here. ടോക്ക് ഓഫ് ദി ടൗണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അബുദാബിയിൽ നിന്നൊരു വാനമ്പാടി, വെരി ടാലന്റഡ്, ഹൈലി വേഴ്സറ്റൈൽ രേഷ്മ നിതിൻ. ഒപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആദിത്യ അജിത് കുമാർ. ഇത് കൂടാതെ നമ്മുടെ ഫാമിലിയിലോട്ട് ഇന്നൊരു പുതിയ മെമ്പർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, സ്നേഹ മെരിയം എബ്രഹാം. സോ വെൽക്കം സ്നേഹ. താങ്ക് യു സോ മച്ച്. അതെ, ഒരുപാട് സന്തോഷമുണ്ട് ഇതിലൊരു അവസരം കിട്ടിയത്. ഇനി അങ്ങോട്ടുള്ള ഷോസിൽ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. UBL മുമ്പ് ആങ്കർ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ആങ്കർ ചെയ്തിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞൊരു ഷോയില് ഞാനൊരു 3 years back. അതെ അതെ, തിരുമ്പി വന്നിട്ട്. ഓക്കെ, അപ്പൊ രേഷ്മ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഡിവൈറ്റ് പെർഫോമൻസ് അല്ലേ തുടങ്ങാം. ഏതാ സോങ്? നല്ലൊരു അതെ. कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरी कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरी कुर्बान, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरी कुर्बान, आई हो कहाँ से गोरी आंखों में प्यार लेके, आई हो कहाँ से गोरी आंखों में प्यार लेके, चढ़ती जवानी की पहली बहार लेके, दिल्ली शहर का सारा मीना बाजार लेके, दिल्ली शहर का सारा मीना बाजार लेके, झुमका बरेली वाला कानों में ऐसा डाला, झुमके ले ले ली मेरी जान, हाय रे मैं तेरी कुर्बान, कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ले ले ली मेरी जान, हाय रे मैं तेरी कुर्बान. കൂൾ. ബാക്ക് ടു ദ പാസ്റ്റ് അല്ലേ? ഈ പാട്ട് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ട്. കാരണം പണ്ട് ഒരു രംഗോലി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പണ്ട് സൺഡേസില് ദൂരദർശനില് അതിന് രാവിലെ 7:30 എപ്പോഴും ഈ പാട്ട് സ്ഥിരം പഴയ ഹിന്ദി പാട്ടുകളുടെ ഒരു പരിപാടിയായിരുന്നു. പിന്നെ എപ്പോഴും നമുക്കൊരു എപ്പോ കേട്ടാലും ഒരു സന്തോഷം വരും. തീർച്ചയായും ഭയങ്കര ഫെസ്റ്റിവൽ മൂഡാണ്, ഹാപ്പിനെസ് ഉണ്ട് ഈ പാട്ട്. മാത്രല്ല ഇതിന്റെ പിന്നെ കുറെ വേർഷൻസ് മിക്കപ്പോഴും നമ്മൾ ഒരുപാട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഗായത്രി അശോകൻ ഉണ്ടല്ലോ, മിക്ക ഷോസിലും ഈ ഒരു പാട്ട് പണ്ടൊരു സമയത്ത് സ്ഥിരം ഗായത്രിയുടെ ഷോസ് കാണുമ്പോൾ ഈ ഒരു പാട്ട് മസ്റ്റ് ആയിട്ട് അവിടെ കേൾക്കാറുണ്ട്. പിന്നെ മാത്രല്ല രാധിക കുറെ എക്സ്പ്രഷൻസ് ഇട്ടു. തുടക്കം കുറിച്ച് അല്ല, നന്നായിരുന്നു, നൈസ് ആയിരുന്നു. അപ്പൊ പാട്ട് മോശമായി ഒരിക്കലല്ല. പാട്ടിന്റെ ഭംഗി വന്നത് എക്സ്പ്രഷൻ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് രേഷ്മ തിരിച്ച് ഇങ്ങോട്ട് എക്സ്പ്രഷൻ ഇടുന്നുണ്ടായിരുന്നു. കൂടെ നിൽക്കുന്ന ആള് ആ ഒരു വൈബ് ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും കിട്ടാല്ലേ. അതുകൊണ്ട് ഞങ്ങള് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഇന്നാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിരുന്നു, അല്ല വളരെ നന്നായിരുന്നു പാട്ട്. തുടക്കം അടിപൊളി അടിപൊളി. ഇനി അങ്ങോട്ട് എല്ലാം എന്തൊക്കെയുണ്ട് വിശേഷം? ന്യൂ ഇയർ ഒക്കെ എങ്ങനെ പോയി? ന്യൂ ഇയർ നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. നമ്മൾ എപ്പോഴും കസിൻസും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് പുതുവർഷം നല്ല ഹാപ്പിനെസ്സോട് സ്വീകരിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഫസ്റ്റ് ചാൻസ് ആണ്. ഇതിന്റെ ഒരു ഷോയിൽ തന്നെ ഒരു ഫസ്റ്റ് മന്ത് പാടാൻ പറ്റി. അല്ല, ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം. പക്ഷെ ഒരു ലൈവ് പ്രോഗ്രാം ആ കഴിഞ്ഞ ഷോയിലാണോ അറബിക് സോങ് ഒക്കെ പാടിയത്? അറബിക് സോങ് നമ്മൾ PCC പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് അറബിക് സോങ്. രേഷ്മയുടെ സ്റ്റൈല് നോക്കുമ്പോ ഒരു ജോണറിലല്ല ഒതുങ്ങി നിൽക്കാറില്ല, പല തരത്തിലും പല ടൈപ്പിലുമാണ് സോങ്സ്. ആ ഒരു എന്താ പറയാ, മെലഡി പാടും,
പെപ്പി നമ്പേഴ്സ് പാടും, അതുപോലെ ക്ലാസിക്കലും പാടും അല്ലേ? അപ്പോൾ എവിടെ നിന്നാണ് തുടക്കം ശരിക്കും? ഏത് ജോണറിൽ നിന്നാണ് ഇങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി മ്യൂസിക് അല്ലേ? അത് പറഞ്ഞ ഒരു വലിയ കഥയാണ്. കുട്ടിക്കാലം ഇപ്പോൾ നമ്മൾ ജനിച്ച് ഞാൻ ഇവിടെ നാട്ടിൽ ജനിച്ചത്, പക്ഷെ ഇവിടെ കൊണ്ടുവന്നു തൃശ്ശൂര് ജനിച്ച് ഇവിടെ കൊണ്ടുവന്നു വളർന്നു. അച്ചവിടെയായിരുന്നു. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് എന്താ പറയാ ഒരു 2-3 വയസ്സൊക്കെ ആയി തുടങ്ങി ഫ്ലൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഫ്ലൈറ്റിൽ കയറുന്ന ആദ്യം സീറ്റൊക്കെ സെറ്റാക്കി അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല തുടങ്ങും അങ്ങനെ അങ്ങോട്ട് പാട്ട്. നമ്മളെ പാട്ട് ഉണ്ടല്ലോ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഈ പാട്ടാണ് എപ്പോഴും ഫ്ലൈറ്റ് പാടാം. അപ്പൊ അവര് ചോദിക്കും എന്താ ഏത് പാട്ടാണ് അപ്പൊ അമ്മ ഇങ്ങനെ കൂടെ പാടണ്ടോ എന്ത് പറയുന്നത് പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പാട്ട് എങ്ങനെ പഠിച്ചത്? റേഡിയോയിൽ കേട്ടിട്ടോ കാസറ്റിലിട്ടോ? അതെ, അമ്മ പാടും. അമ്മ പാടും. അമ്മ പാടി അങ്ങനെ കേട്ടു. ആദ്യ ഗുരു അമ്മ. പിന്നെ പാട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കോളേജിലായി. കോളേജില് സോൺസിലൊക്കെ പോകുമായിരുന്നു. സ്കൂൾസിലും ഒക്കെ പാടുന്നു. പിന്നെ ആദ്യം നമ്മുടെ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചു. അപ്പൊ ആദ്യം തന്നെ പ്രയറിനെ കൊണ്ട് മുന്നിൽ നിർത്തും, പഠിക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ പാട്ട് ഗുരുവായൂരാണല്ലേ? ഗുരുവായൂർ. അപ്പൊ ചെമ്പയില് കുറച്ച് നാള് പോയിരുന്നു. അവിടെ കുറച്ച് നാള് പാട്ട് പഠിച്ചു. കാരണം ഗുരുവായൂരിലെ കുട്ടികൾ മിക്കവരും അവിടെ നമുക്ക് ഈ ഡാൻസും പാട്ടൊക്കെ തുടങ്ങുമ്പോൾ ഒന്നുകിൽ ചെമ്പൈ സ്കൂളിലായിരിക്കും, പിന്നെ ഒരു ശ്രീ രാജരാജേശ്വരി കലാക്ഷേത്രമുണ്ട്. ഇവിടെ 2 സ്ഥലത്താണ് മെയിൻ കുട്ടികൾ എല്ലാവരും പഠിക്കുന്നത്. ഞാൻ രാജരാജേശ്വരിയിലായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് അവിടെ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്? ഞാൻ പഠിച്ചു. LF-നെ കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ പഠിച്ചിരുന്ന സെന്റ് തെരേസാസ് GHS ബ്രഹ്മക്കുളായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ, യുവജനോത്സവം വരുമ്പോൾ 2 സ്കൂളുകൾ തമ്മിൽ 2 സിസ്റ്റേഴ്സിന്റെയാണ്, നമ്മൾ തമ്മിലാണ് മെയിൻ കോമ്പറ്റീഷൻ. എവിടെയാണ് കലാതിലം കിട്ടുന്നത്, എവിടെയാണ് ഇന്റർ സ്കൂൾ 2 ഗേൾസ് ആണ്. അതെ, അപ്പൊ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം കലാതിലം കിട്ടിയിട്ട് മറ്റൊരായിരിക്കും ഓവറോൾ ചാമ്പ്യൻ. ഇവിടെ കലാതിലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും. 2 പേരും തമ്മിൽ ഡിസ്കഷൻ ആണ് മിക്കപ്പോഴും യൂത്ത് ഫെസ്റ്റിവൽ തമ്മിൽ. അവിടെ ഇന്ന കുട്ടി വരുന്നുണ്ട്, ആരാണ് അവിടെ വിൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ആരാണെന്നുള്ളതാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കും. എല്ലാവരും മിക്കപ്പോഴും കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അങ്ങനെ എനിക്കും അതിന്റെ ഒരു കലാലയമായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അടുത്ത സോങ്ങിലേക്ക് കിടന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക്. ഇവിടെ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് വരാം. നമുക്ക് കാറ്റിനോട് നല്ല ഒരു റഹ്മാന്റെ ഒരു സോങ് അല്ലെ? പഴയ ഇത് പണ്ടത്തെ റഹ്മാൻ അഭിനയിച്ചൊരു സിനിമ പേര് എനിക്ക് ഓർമ്മയില്ല. സിനിമയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. റഹ്മാനുണ്ട്. അതെ അതെ, അതില് അച്ഛൻ ഓർമ്മ. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, നിന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും, പൂച്ചങ്ങലയ്ക്കുള്ളിൽ 2 മൗനങ്ങളെ പോൽ നീർച്ചാമരത്താഴിൽ പനി നീർത്തുള്ളികളായി ഒരു ഗ്രീഷ്മശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലാടി അലസമലസമാടി അരികിയൊഴുകിയ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. താങ്ക് യു.
മെലോഡിയസ് ആയിരുന്നു. പാട്ടുകളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരു അധികനെയാണ്. വീണ്ടും എനിക്ക് ഇങ്ങനെയൊക്കെ പണി തരാന്നുള്ളത് പലപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന സമയത്താണ് സ്നേഹിക്കും ഇതൊരു പാഠമായിരിക്കും. അതറിയാം എപ്പോഴാണ് അറിയാത്ത സമയത്താണ് നമ്മളോട് എന്തെങ്കിലും ചോദ്യം വരുന്നത്. ഞാനിതിപ്പോ ആലോചിച്ചു. അതായത് എനിക്ക് ചില സമയത്ത് പെട്ടെന്നൊന്നും പറയാൻ കിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം ഇനിയിപ്പം ഞാനും കൂടി ഉണ്ട്. പറയാതിരിക്കാൻ പറ്റും. ഈ പാട്ട് കേൾക്കുമ്പോൾ സത്യം പറയാലോ, ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന റഹ്മാന്റെ ആ ഒരു ഗോമണി പോലത്തെ ഒരു ഇരുന്നിട്ട് അവിടെയല്ലോ അങ്ങനെ, അതാണ് അതിന്റെ ഒരു സീനറി അല്ലേ ശരിക്കും. അത് രണ്ടുപേര് സ്നേഹിക്കുന്നതാണ്, പ്രേം. അപ്പൊ ആ വഞ്ചിയൊക്കെ വിട്ട് ചിത്രശലഭം അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. കാരണം പണ്ടത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ പൃഥ്വിരാജ് ആയിരുന്നു അന്നത്തെ റഹ്മാൻ എന്ന് പറയുന്നത്. സോ ആ പാട്ട് പാടി കേട്ടതിൽ ഒരുപാട് സന്തോഷം. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി പാട്ട്. അപ്പൊ എപ്പോഴും കേട്ടോണ്ട്. ഇളയരാജയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ അങ്ങനെ പ്രത്യേകിച്ചില്ല, എല്ലാ ഡയറക്ടേഴ്സിനും ഇഷ്ടമാണ്. ഈ പാട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ഫാമിലി ചെന്നാ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി. ആദിത്യ, എന്തൊക്കെയുണ്ട് വിശേഷം? ശരിക്കാണ് അവിടെ ആദ്യത്തെ നല്ല മനോഹരമായിട്ട് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നത്. താങ്ക് യു. ആദിത്യ പഠിക്കാണ് അല്ലേ? അതെ, സൗണ്ട് എഞ്ചിനീയർ. ഓക്കെ, മ്യൂസിക് കമ്പോസറും കൂടിയാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മൈറ്റ് ഇൻ ഫ്ലെയിം താനാണോ ചെയ്തത്? ഷാജി മാഷിന്റെ. എനിക്കറിയാം, ശ്രുതി അഭിനയിച്ചത്. എനിക്ക് വയ്യ, അതെന്റെ ഫ്രണ്ട്സ് ആണ്. മ്യൂസിക് മാത്രം. അതെ, കാരണം ഷാജി മാഷ് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കഴിഞ്ഞൊരു ആൽബം റിലീസ് ആയപ്പോ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ഷാജി മാഷ്. അതെ അതെ അതെ, പിന്നെ അതിൽ അഭിനയിച്ച ഹീറോയിൻ ശ്രുതി എന്റെ അത് പ്രൊഡ്യൂസ് ചെയ്ത രാജ്ഭായ് എന്ന് അതെ അതെ, അദ്ദേഹം തന്നെയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ പറഞ്ഞില്ലെങ്കിൽ മൈറ്റ് ഇൻ ഫ്ലെയിം ഞാൻ കണ്ടിരുന്നു. ആ പടത്തിലെ മ്യൂസിക്, ആ വയലിൻ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം. പാട്ടുകൾ കണ്ടു. ഇതറിയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ചുള്ള കുറെ ഒരുപാടുള്ള ജോബിൻസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വർക്ക്, കുറെ പണിയെടുത്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരുപാട് 6 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സോളോ പെർഫോമൻസ് ചെറുതായിട്ട് ഒന്ന് നോക്ക്. ഒരു കമ്പോസർ കൂടിയാണല്ലോ. ഞാൻ എന്റെ തന്നെ വായിച്ചാൽ മതിയോ? വേറെ എല്ലാവരും വായിച്ച് കൊളാക്കുന്ന പരിപാടി. ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ആയിക്കോട്ടെ. ഡിവൈൻ ആയിരുന്നു. മ്യൂസിക് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒരുപാട് പറയണ്ട, ഇനിയും ചെയ്യാനുള്ളതാണ്. തിരിച്ച് രശ്മിയിലേക്ക് വരാം. ഇത് കഴിഞ്ഞ് പഠിക്കാൻ മ്യൂസിക് ചെമ്പൈയിൽ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നു. എന്തുകൊണ്ട്, എങ്ങനെ? അത് കോളേജൊക്കെ ആയപ്പോൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അതിന് PG MBA ചെയ്യാൻ പോയി. അപ്പൊ അതിനൊക്കെ എല്ലാം ബ്രേക്ക് ആയി. അവിടെയും പാട്ടൊക്കെ പാടുമായിരുന്നു, പക്ഷെ പഠിത്തമില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞ് അതെ പാട്ട് പഠിത്തമുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ UAE വന്നു. അപ്പൊ UAE വന്നിട്ട് പിന്നെ വിഷ്ണു മാഷെ പരിചയപ്പെട്ടു. വിഷ്ണു മോഹൻദാസ് കേരള സോഷ്യൽ സെന്ററിലാണ് സാർ ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ സാറിന്റെ ക്ലാസ് കർണാട്ടിക് ജോയിൻ ചെയ്തു. ഇപ്പൊ 5 years ആയിട്ട് കർണാട്ടിക് ഉണ്ട്. ഒരു മ്യൂസിക് തന്നെ ഒരു പ്രൊഫഷണലായി തിരഞ്ഞെടുക്കാൻ തോന്നിയിട്ടില്ല അല്ലേ? എന്നുവെച്ചാൽ ഞാൻ ഇത്രയും MBA ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ UAE HR എൻട്രി കിട്ടി. അപ്പോൾ എനിക്ക് HR തന്നെ എൻ്റെ പ്രൊഫഷൻ ഗ്രോ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 1 year ആയിട്ട് ഞാൻ HR മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അത് എനിക്ക് രണ്ടും കൂടെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതാണ് കാരണം നല്ലൊരു സിംഗറാണ്,
ഒപ്പം പ്രൊഫഷണലി ഒരു HR മാനേജർ, പിന്നെ ഫാമിലിയും നോക്കുന്നു. ഹൗ ഡു യു മാനേജ് ഒരു അതിന്റെ ഒരു മാജിക് എന്താണ്? അത് അതിന്റെ മാജിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫാമിലി സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ മാജിക്. ഇപ്പോൾ കുട്ടികളായാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും വെരി സപ്പോർട്ടീവ്. സോ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ പാടാനും ജോലി ചെയ്യാനും ഒക്കെ പറ്റും. സോ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. എനിക്ക് ഫാമിലി സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. എൻ്റെ ഹസ്ബൻഡ് നിതിൻ ഡോക്ടറാണ്. ഒരു മിനിറ്റ്, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ടോക്ക് ഓഫ് ദ ടൗൺ. ആരാണ്? രേഷ്മയുടെ ഫ്രണ്ടാണ്. എന്താണ് പേര്? ആബേദാണ്. ആബേദല്ലേ? ആബിദ് ബ്രോ, എവിടുന്നാണ്? അബുദാബിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യണു? അഡ്വക്കേറ്റ് ആണ്. ഓക്കെ. ആബേദ് ഒരു അപാര സിംഗറാണ്. ഓക്കെ, ഞങ്ങള് വിഷ്ണു മോഹൻ ദാസ് സാറിന്റെ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. അപാര സിംഗർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ പാടും അല്ല ആബേദ്? അപ്പൊ ആബിദ് പറയൂ. ഞാനും രേഷ്മയും ഞങ്ങൾ കുറച്ച് സിംഗേഴ്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരാജമാളിക. ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലി പോലുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനാണ്. എനിക്ക് രേഷ്മ മോർ ദാൻ എ ഫ്രണ്ട്, ഷീ ഈസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. എന്നാ അപ്പൊ പിന്നെ ടോക്ക് ഓഫ് ദ ടൗൺ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി മൂളാമോ? ഏതെങ്കിലും ഒരു സോങ്. നല്ലൊരു സിംഗറാന്ന് പറഞ്ഞു. 2 വരി മൂളാം. 2 വരി. കഴിഞ്ഞോ? സൂപ്പർ സെലക്ഷൻ, പറയാതിരിക്കാൻ വയ്യ. ജയചന്ദ്രൻ സാറിന്റെ നല്ലൊരു കോമ്പോസിഷൻ ആണ്. ഉറങ്ങാതെ കാവ്യമാധവൻ ഒക്കെ ആക്ട് ചെയ്തിട്ടുള്ള, ചിത്രചേച്ചി പാടിയിട്ടുള്ള നല്ലൊരു സോങ്. കാരണം ആള് ശരിക്ക് നല്ല രസമായിട്ട് പാടും. അതെ, ഒരിക്കൽ നമ്മുടെ വേദിയിലോട്ട് വരട്ടെ. അപ്പൊ ഫാമിലി, അപ്പൊ ഹസ്ബൻഡ് ഡോക്ടറാണ് നിതിൻ പ്രകാശ്, എഡ്നോക്കിൽ വർക്ക് ചെയ്യണം. ക്യാപിറ്റൽ ഹെൽത്തില് എഡ്നോക്ക് സെന്ററിലാണ്, ഒക്യുപേഷണൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ 2 മക്കള്, മോൻ നിവേദ്, മോള് നിയ. മോന് ഇപ്പോ 12th കഴിഞ്ഞ് നാട്ടില് അവൻ നീറ്റിന്റെ പ്രിപ്പറേഷൻ അപ്പോ അവിടെ കഷ്ടപ്പെട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നു. മക്കൾക്കും ഈ ഒരു മ്യൂസിക് ആക്ച്വലി മോളും പാടും, പക്ഷെ അവർക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ജോണറിലെ സോങ്സ് ഉണ്ട്, മെയിൻലി ഇംഗ്ലീഷ് സോങ്സ്. അതൊക്കെയാണ് അവരുടെ. അപ്പൊ ഈ വെസ്റ്റേണിലേക്ക് കുറെ ഒരു ചായ്വ് വരാൻ കാരണം ഈ ഒരു ഇതാണോ? കുട്ടികളുടെ ഒരു അതുകൊണ്ട് മാത്രല്ല, ചെറുപ്പം മുതലേ വെസ്റ്റേൺ കേൾക്കാം. ഇല്ല, ഞാൻ വെസ്റ്റേൺ കേൾക്കാം. ഹസ്ബൻഡ് ആണെങ്കിൽ വെസ്റ്റേണിന്റെ ആള്, മക്കൾ. അപ്പൊ ആള് പറഞ്ഞു, ഒരു പ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് കുറെ നാളെ പറയുന്നത് വെസ്റ്റേൺ സംതിങ് ഡിഫറെന്റ് യു ലേൺ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖലീദിയ മോളില് മൊസൈക്ക് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ കണ്ട വഴിക്ക് ഹസ്ബൻഡ് കയറി പാടുന്നു. അപ്പൊ അവിടെ ചെന്നു, അവിടെ ഇരുന്ന് അവര് പാടിപ്പിച്ചു. അവർ പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് വെസ്റ്റേണും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു 2 months ആയിട്ട്. 2 months ആയിട്ട്. പക്ഷെ അതിന് മുമ്പേ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ. ഞാൻ പാടിയിട്ടില്ല, പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ട്രൈ ചെയ്യാം എന്നുള്ളത്. ഈ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മ്യൂസിഷ്യനെയാണ് ഫോളോ ചെയ്യുന്നത്? ജസ്റ്റിൻ ബീബർ പോലെയുള്ള ഏറ്റവും പുതിയ മ്യൂസിഷ്യൻസ് അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ? അതോ അങ്ങനെയില്ല, നമുക്ക് കംഫർട്ടബിൾ ആയി നമുക്കൊരു ജോണിൽ പാടാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയ സോങ്സ് ആണ് ഇപ്പൊ പാടി തുടങ്ങിയിട്ടുള്ളത്. പതുക്കെ നമുക്ക് എങ്ങനെയാണ് ശരിക്കും വെസ്റ്റേണിൽ ഒരു കോച്ചിങ് കിട്ടുമ്പോൾ? ഇപ്പൊ നമ്മൾ ശാസ്ത്രീയ സംഗീതമാണെങ്കിൽ ഇപ്പോൾ സപ്തസ്വരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വെസ്റ്റേണിൽ എങ്ങനെയാ ഒരു വേ ഓഫ് കോച്ചിങ്? അവര് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ സരിഗമ പദനിസ പാടുന്ന പോലെ തന്നെ അവര് നമുക്ക് ഓരോ പിച്ചിലും നമുക്ക് ഏതൊക്കെ റേഞ്ചിൽ നമ്മൾ ഫസ്റ്റ് നോക്കാം. അത് നമ്മൾ ഏത് റേഞ്ച് വരെ പോകുന്ന ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യാം. പിന്നെ അവർ അതിന് നമുക്ക് എങ്ങനെ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് നെക്സ്റ്റ്. പിന്നെ നമ്മുടെ പ്രൊണൗൺസിയേഷൻ, നമ്മൾ പാടുന്ന രീതി, അവർ ആദ്യം 2-3 പാട്ടുകൾ നമ്മളെ കൊണ്ട് പാടിപ്പിക്കും. അതെല്ലാം നമ്മളെ
ഈ ഡോറേമി ഒന്ന് എടുക്കാൻ പറ്റുമോ? ജസ്റ്റ് അല്ല, ഞാൻ ഈ സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് പണ്ട്, മ്യൂസിക് ബേസ് ചെയ്തിട്ടുള്ള. അതിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഡോറേമി ആ സാധനം. ഡോറേമി ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് സോങ് പാടാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അത് കാരണം അത് അല്ല, നമ്മുടെ സരിഗമ സെയിം തന്നെയല്ലേ, അതേ ട്യൂണിൽ തന്നെ സെയിം തന്നെയാണ്. പക്ഷെ അവരുടെ നമ്മളിപ്പോ സരിഗമ പാടുമ്പോ നമ്മള് ത്രോട്ടിൽ നിന്ന് നല്ല ശബ്ദം വരുന്നു. ഇവര് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ മൊത്തം നമ്മള് വാ തുറന്നിട്ട് മൗത്തൊക്കെ ഓപ്പൺ ചെയ്യിച്ചിട്ടാണ് അവര് ശരിക്കും സിംഗ് ചെയ്യുന്നത്. അത് ഡിഫറൻസ്. എന്നാ ശരി, നമുക്ക് നോക്കാം. രണ്ടുപേരും. The dad is on a sky, burning in your eyes. You look at me and baby wanna catch on fire. It's buried in my soul, that California gold. You found the light in me that I couldn't find. So when I'm all choked up and I can't find the word, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. Lovers in the night, poets trying to rhyme. We don't know how to rhyme, but damn we try. But all I really know is where I wanna go. The part of me that you will never touch. So when I'm all choked up and I can't find the word, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. അടിപൊളി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അസലായിട്ട് പാടി. അല്ല, ആദ്യമായിട്ടാണ് ടോക്ക് ഓഫ് ദി ടൗണിൽ ഒരാള് വെസ്റ്റേൺ മ്യൂസിക് പാടുന്നത്. അസാധ്യമായിട്ട് പാടി. എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ഇത് ആരുടെയാണ് സോങ് ആണത്? ഇത് പേര് ഞാൻ വിട്ടുപോയി, സോറി. അത് ഫേമസ് സിംഗർ ആണ്. എനിക്ക് ഓർമ്മ വന്ന സോങ് മറ്റേ നമ്മളെ ആ ടൈറ്റാനിക്കിലെ സോങ് ഇല്ലേ, അതിന്റെ ഏകദേശം ഒരു ഞാൻ സോങ് അറിയോ? ഒന്ന് ട്രൈ ചെയ്യാം. Every night in my dream I see you, I feel you. That is how I know you go on. Far across the distance and spaces between us, you have come to show you go on. Near, far, wherever you are, I believe that the heart does go on. You say that nothing can. You're in heaven, my heart, and my heart will go on and on. Thank you. എനിക്ക് വെസ്റ്റേണില്
എവിടെ നിന്നില്ലാത്തൊരു പെട്ടെന്ന് വേറെ ലോകത്തോട്ട് കൊണ്ടുപോകും നക്ഷത്രങ്ങളും ശരിക്കും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ട് താങ്ക് യു ശരിക്കും ഒരു സെക്കൻഡ് നമ്മൾ ആ മൂവിയിലോട്ട് ആള് അതേ രീതിയിൽ അങ്ങ് കൊണ്ടുപോയി. അതെ ശരിക്കും രേഷ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റേജ് ഷോ ചെയ്യണ സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടി ഓഡിയൻസിന്റെ അടുത്ത് നിന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും? ഓക്കെ, അത് സ്വന്തമായിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓക്കെ. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റ്ലി ഉണ്ടായത് ഇപ്പോൾ NPCCയുടെ അവരുടെ പ്രോഗ്രാമിന് പോയപ്പോൾ അറബിക് സോങ് പാടിയത്. അപ്പോൾ ഞാൻ അറബിക് സോങ് പാടുമ്പോൾ ഞാനൊന്ന് നോക്കി ആരാണ് ആരെങ്കിലും അറബിക് ഒരാൾ മുന്നിലിരിപ്പുണ്ട് ലോക്കൽ. അപ്പം ഞാൻ തുടങ്ങി, അപ്പോൾ ആളെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ പിന്നെ മൊബൈൽ എടുത്ത് റെക്കോർഡിങ്. അപ്പോൾ ഹി അക്സെപ്റ്റഡ് എന്നൊരു സമാധാനം വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആളുടെ അടുത്ത് പോയി. അപ്പോൾ ആൾ പറഞ്ഞു മലയാളിയാന്ന് ഞാൻ വിചാരിച്ചില്ല, പ്രൊനൗൺസിയേഷൻ എവറിത്തിങ് വാസ് ഗുഡ്. അപ്പോൾ അതൊരു അതൊരു ഭയങ്കര ഇപ്പൊ പറഞ്ഞ ഒരു കാരണം അന്ന് ഞങ്ങൾ ഓണ സെലിബ്രേഷൻ വന്നപ്പോഴും ഞാൻ കാണുമ്പോൾ നല്ല വെസ്റ്റേൺ സുന്ദരി, അതെ സെറ്റ് മുണ്ടെടുത്ത് വെസ്റ്റേൺ സുന്ദരി, ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് നമ്മൾ ആരെല്ലാം ഒന്ന് തെറ്റിദ്ധരിക്കും. ശേഷം ഉണ്ടായ ഒരു മേക്ക് ഓവർ ആണോ അതോ മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു? അതൊരു വേറൊരു കഥയാണ്. കൊറോണ ടൈം, കൊറോണ ടൈം നമുക്കാർക്കും മുടി വെട്ടാൻ പറ്റൂല. ഒരു പരീക്ഷണം നടത്തി. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മുടിയൊക്കെ ഒരു ജാതി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് തരും. എനിക്ക് ഡെഫിനറ്റ്ലി വന്നു. ആള് യൂട്യൂബൊക്കെ ചെയ്തു. ഇപ്പൊ ശരി. പിന്നെ ഞാൻ കണ്ണാടി നോക്കുമ്പോ മുടി ഇത്രയും സീരിയസ്ലി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ കഴിഞ്ഞപ്പോ ഞാൻ മര്യാദക്ക് നല്ല സ്റ്റോറി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ഒരു സലൂണിൽ പോയി നമ്മളെ തന്നെ കുറച്ച് ഇത് പറഞ്ഞു. പക്ഷെ യൂഷ്വലി മുടി മുറിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാരും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുന്ന ആളാണ്. പക്ഷെ വാട്ട് മെയ്ഡ് യു ഡു ഇറ്റ്? അല്ല ഇതിപ്പോ ഞാൻ എന്തുകൊണ്ട് എക്സൈറ്റഡ് ആയെന്നറിയാം. സാധാരണ ഹസ്ബൻഡ് പറയാ മുറിക്കരുത് വെട്ടരുത് എന്നുള്ളൊരു കാര്യമാണ് കൂടുതൽ. ആളൊന്ന് പരീക്ഷ വെട്ടി ചെറുതായി പോയതാ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ അതൊരു സ്റ്റൈലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇവിടെ തട്ടുമ്പോഴേ ഒക്കെ വലുതാവുന്നുണ്ട് കട്ട. ഓക്കെ, ഇതിപ്പോ കംഫർട്ടബിൾ ആയി തുടങ്ങി. പക്ഷെ നമ്മുടെ അറബിക് ട്യൂണ് നമ്മൾ വിട്ടുമാറി വന്നേ. അവസരം കൊടുക്കൂ കുട്ടിക്ക്. ഞാൻ കീബോർഡ് പഠിച്ചിട്ടില്ല. അല്ല, ന്യൂജൻ കുട്ടികൾ കൂടുതലും യൂട്യൂബൊക്കെ നോക്കി അവിടുന്ന് ആണ്. പക്ഷെ എന്നെ 7ാം ക്ലാസ്സിൽ എന്റെ ഒരു മാഷുണ്ട്, രാജീവ് സാർ എന്ന് പറയും, ഹിന്ദി മാഷാണ്. ഡ്യൂൺസ് സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ആ മാഷാണ് ഇങ്ങനെ ബേസിക് കോഡ്സ് പറഞ്ഞത്. പിന്നെ പ്രോത്സാഹിപ്പിച്ച് അത് ബേസിക് ആ ജനഗണമനയാണ് ഫസ്റ്റ്. അത് വായിച്ചിട്ട് അത് പിന്നെ ഞാൻ തപ്പി പഠിച്ചാണ് എല്ലാം. പിന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കോവിഡ് ടൈമാണ് എല്ലാവരും ഒരു ചേഞ്ച് അവിടെ നിന്നാണ് എല്ലാവർക്കും റീസെന്റ് വന്ന ചേഞ്ചുകളെല്ലാം. എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കോവിഡ് ടൈം. സ്കൂൾ ടൈമിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനൊക്കെ? സ്കൂളിൽ ഞാൻ ആക്റ്റീവ് എല്ലാത്തിനും ഞാനായിരുന്നു എല്ലാത്തിനും മുന്നേ നിൽക്കാം. ഇപ്പൊ കോളേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? കോളേജിൽ അങ്ങനെയല്ല. കോളേജ് നമ്മള് അവര് വേറെ കൾച്ചറാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് സ്കൂളിൽ ചെയ്യുന്ന പോലെ എല്ലാം അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ റൂള് ഇതൊക്കെ ഉണ്ട് സ്കൂൾ. അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ. അത് ഇവനെയാണോ സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയല്ല, ഇത് കാണുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അപ്പം ബാൻഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് എല്ലാം സോളോ ആയിട്ട് തന്നെ. എനിക്ക് അത്യാവശ്യം നല്ല നീളമുള്ള മുടിയായിരുന്നു. അതിനെ കുറിച്ച് പറയാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് അതൊന്ന് മുറിക്കാൻ ഇടയായത്. പക്ഷെ അതിന് എന്റെ വീട്ടുകാരെല്ലാം വീട്ടുകാർ വീട്ടിൽ കേട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഇനി ഇപ്പൊ പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ അവരങ്ങ് വിട്ടുകൊടുക്കുമല്ലോ, അങ്ങനെ അങ്ങ് വിട്ടു കാണിക്കും. പക്ഷെ ഈ ഒരു നീളം മുറിക്കരുത് എന്നൊരു നിർബന്ധം. അപ്പൊ നമുക്ക് അറബിക് സോങ്ങിലേക്ക് കിടക്കാം അല്ലെ? ജസ്റ്റ് ഒന്ന്
متجي هنا بين احبك عشان عشان احسك حبيبي ده انت الدنيا وانا اموت لو جاري مسك ما تيجي هنا هد فكرة ده انا بالنسبة لك بكرة استاذة فيك دنيا مذاكرة كمل جوا حتى انا نصك ما تيجي هنا وانا احبك عشان يلا احسك حبيبي ده انت الدنيا وانا اموت لو جاري مسك ما تيجي هنا هد فكرة ده انا بالنسبة لك بكرة استاذة فيك دنيا مذاكرة كمل جوا حتى انا نصك ചെമ്പൈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി. പറയൂ എന്താ? എല്ലാ പോയിന്റ്സും ടച്ച് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാ ജോണറും ഒരു അപ്പൊ ഈ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ ഈ ഒരു ധൈര്യം എങ്ങനെയാണ് എല്ലാ ജോണറും പരീക്ഷിക്കാൻ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്? ഒരു ഇൻട്രസ്റ്റ് വന്നത്. ഇപ്പൊ സിംഗേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റേജ് ഷോസ് ഒക്കെ വരുമ്പോൾ ആരെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് അറബിക്, ഇപ്പൊ എന്റെ അടുത്ത് മാഷിനെ വിളിക്കും, രേഷ്മ ഒരു പ്രോഗ്രാം ഉണ്ട്, അറബിക് സിംഗറാണ് രേഷ്മ എന്ന് പറഞ്ഞത്. സോ ഇറ്റ്സ് എ ഗുഡ് ചാൻസ് മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് എനിക്ക് പുതിയതായിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അങ്ങനെ പാട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ ഞാൻ നാൻസി അജ്രം സോങ്സ് ആണ് പാടുന്നത്. ഇപ്പൊ എന്റെ പാടിയത് നാൻസി അജ്രം എന്ന് പറഞ്ഞ ലെബനീസ് സിംഗറാണ്. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് പഠിക്കാൻ. അപ്പൊ ഇനി അടുത്തത് ഒരു ഇവിടുത്തെ UAE സ്റ്റൈൽ സോങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷനും ലിറിക്സ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ആദ്യം ഇപ്പൊ യൂട്യൂബിൽ നോക്കി അതിന്റെ മീനിങ് നോക്കും എന്താണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് മലയാളത്തിൽ എഴുതും. അങ്ങനല്ല, മലയാളത്തിൽ ഞാൻ എഴുതുന്ന മലയാളത്തിൽ എഴുതി പിന്നെ ചിലരോട് ചോദിക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്നുള്ളത് ക്ലിയർ ആക്കി കേട്ട് 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 പഠിക്കും. ഞാനൊരു കുറച്ച് സമയം എടുക്കും. ഒരു 3 നമ്മൾ നോർമലി ഒരു പാട്ടൊരു വീക്കാണെങ്കിൽ ഇത് ഞാനൊരു 3 weeks 4 weeks ഒക്കെ എടുക്കും ഒരു സോങ്. ഞാൻ സമയം എടുത്ത് അതിലിടുന്ന എഫേർട്ടും അതിന്റെ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യ. അതിന്റെ അപ്ലോസ് തന്നേ പറ്റും. കാരണം ഫാമിലി, വർക്ക്, പിന്നെ അതിൻ്റെ കൂടെ മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മ്യൂസിക്കിലോട്ട് കൊടുക്കുന്ന ആ ഒരു എഫേർട്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് എല്ലാ രീതിയിലും, അതായത് എവിടെയൊക്കെ ബെറ്റർ ചെയ്യാൻ പറ്റും അതിലെല്ലാം ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പുട്ടിങ് എഫേർട്ട്, ആ ഒരു കാര്യം അത് അപ്രീഷിയേറ്റ് ചെയ്യും. എസ്പെഷ്യലി ഇവിടുത്തെ ഓഫീസ് ജോബ് നമുക്കറിയാം, അത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് എത്തുന്ന വീട്ടിലെ കാര്യങ്ങള്, HR ആണ് എന്തോരം പ്രശ്നങ്ങളായിരിക്കും ബേസിക് ആയിട്ട് വരുന്നത്. ആ ഒരു പീസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ മ്യൂസിക് തന്നെയാണല്ലേ. ആ പാഷൻ, അങ്ങനെ ഈ പാഷൻ ഫോർ എവർ അങ്ങനെ തന്നെ ഇരിക്കണം. അത് നമ്മുടെ മനസ്സിന് സുഖം തരുന്നത് ഡെഫിനറ്റ്ലി മ്യൂസിക് ആണ്. അത് പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൂടി ഒന്ന് റിലാക്സേഷൻ തോന്നുന്ന ആ ഒരു സാറ്റർഡേ സൺഡേസിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരുപാട് റിലാക്സ്ഡ് ആവുകയാണ് അല്ലെ. ശരിക്കും ആ ഒരു ടെൻഷനൊക്കെ മാറ്റി വെച്ച് പിന്നെ തിരിച്ച് മൺഡേ പോകുമ്പോഴാണ് വീണ്ടും എല്ലാം സെയിം റൊട്ടീൻ. മൺഡേ എത്തണ്ട, സാറ്റർഡേ വൈകുന്നേരം, സൺഡേ പക്ഷെ അത് നമ്മുടെ ഇവിടെയുള്ള നമുക്കാണ് ഏറ്റവും കൂടുതൽ. നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്റ്റേജസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഇവിടെയുള്ള നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫാണ്. കാരണം എല്ലാ വീക്കെൻഡ്സിന് പ്രോഗ്രാംസ് എല്ലാവർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി എല്ലാത്തിലും. നമ്മൾ ഈ ഷോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊരു പ്ലാൻ വേണമെന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. ഒരു സാറ്റർഡേ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനില്ല, നമുക്കൊരു വീക്കെൻഡ് അത് ഓട്ടോമാറ്റിക് ആ ഒരു എന്താ പറയാ വൈബ് അങ്ങ് ഓണാവും. പക്ഷെ കൂടുതലും സെൽഫ് ടൈം മ്യൂസിക്കുമായിട്ട് തന്നെയാണോ കൊണ്ടുപോകുന്നത്? അതോ മ്യൂസിക് പിന്നെ കുറച്ച് നടക്കാൻ, വേറെ ഹോബീസ്? ഞാൻ ആക്ച്വലി ഇപ്പം 84 കിലോസ് തുടങ്ങിയത്. I reached nearly 70. അത് കഴിഞ്ഞ് 65 എത്തി. ഇപ്പൊ ഒരു 3 monthsനുള്ളിൽ 51. സോ അത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ്. നീ കണ്ടുപഠിക്ക്, നീ ശ്രദ്ധിക്കണം. അത് നമുക്കൊരു അപ്പിയറൻസ്, നമുക്കൊരു സന്തോഷം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിട്ട്. വേറെ എന്തെങ്കിലും ഹോബീസോ അങ്ങനെ എന്തെങ്കിലും? പാട്ട് മാത്രമാണ്. റീൽസ് ചെയ്യും, പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ റീൽസ് ചെയ്യും, കോമഡി റീൽസ് ചെയ്യും. ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ്, കസിൻസ് ഉണ്ട്. പിന്നെ ഡാൻസ് ഇഷ്ടമാണ്. അപ്പൊ ഡാൻസും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ അടുത്തൊരു സോങ് കേൾക്കാം. എന്റെ ഒരു ഫേവറേറ്റ് സോങ്.
ഒരു തമിഴ് സോങ്ങിന് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് രേഷ്മ അറിഞ്ഞു, അതാണിപ്പോ. ആയിക്കോട്ടെ. ഏത് വേഷം? മഞ്ഞുമൽ വേഷം. ഓക്കെ. അല്ല, ഗുണ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടാന കായമെങ്കും തന്നാലെ ആറിപ്പോന മായമെന്ന് പൊന്മാനേ പൊന്മാനേ ഇന്ന കായமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது செந்தேனே எந்தன் காதல் என்னவென்று சொல்லாமல் எங்க எங்க அழுகை வந்தது எந்தன் சோகம் என்னை சொல்ல என்றென்றும் அன்பு வந்த அழுகை நின்றது மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது சபிராமி தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனின் நீயும் பாதியே அதுவும் உனக்கு புரியுமா शुभ लाली लालिये लाली लालिये अभिरामी लालिये लाली लालिये ओहो अन्मणि अन्बोड कादलिन नान एഴുതും കടിതമേ. പാട്ടിന്റെ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എടുത്തില്ല. പ്രത്യേകിച്ച് ആ മഞ്ഞുമല്ല് ക്ലൈമാക്സിൽ ഈ പാട്ട് വെച്ചിട്ടൊരു സംഭവം ഉണ്ട്. എടുത്തോണ്ട് ആ ഓടുന്ന ആ സമയത്ത് ഈ ഒരു മ്യൂസിക് വന്നപ്പോഴേ അതിന്റെ വേറെ കണ്ണീന്നൊക്കെ നമുക്ക് എന്താ പറയുന്നത് അറിയാത്തൊരു ഇതായി മാറി. എനിക്ക് ഇപ്പോ ക്ലാസിക്കല് പഠിച്ചിട്ടുണ്ട്. 2 വരി എന്തെങ്കിലും ഒരു കീർത്തനം അല്ലെങ്കിൽ ആ ഒരു സ്വരങ്ങൾ എന്തെങ്കിലും നോക്കാൻ പറ്റും? സന്തോഷം. ഒന്നുമില്ല, ഞാൻ മനസ്സില് വരവീണത്. എന്നതവും ചെയ്തനേ യശോദ എന്നതവും ചെയ്തനേ യശോദ എങ്കും നിறை പരബ്രഹ്മം അമ്മാ என்றழைக்க എന്നതവും ചെയ്തനേ യശോദ എങ്കും നിறை പരബ്രഹ്മം അമ്പാ என்றழைக்க എന്നതവും ചെയ്തനേ യശോദ യശോദ. ഒന്നും പറയാൻ. എനിക്ക് അപ്പൊ ഈ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കേട്ടപ്പോ രാധികയുടെ ഒരു എന്തെങ്കിലും ഒരു വെറുതെ ഒന്ന് കേൾക്കാം, ചുമ്മാ ഒരു ക്ലാസിക്കൽ ലതാങ്കി രാഗത്തിലുള്ളൊരു പാട്ട്. ഓക്കെ. രാമയ്യ മറിവേറെ ദിക്യം വരോ രാമയ്യ മറിവേറെ ദിക്യം വരോ രാമയ്യ മറിവേറെ ദിക്യം വരോ രാമയ്യ മറിവേറെ ദിക്യം വരോ രാമയ്യ മറിവേറെ ദിക്യം വരോ. എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. അത് സത്യം പറഞ്ഞാല് പാടാൻ പറ്റുന്ന ഒട്ടും വിചാരിച്ചിട്ടില്ല. ഏകാദശിയുടെ 2 ദിവസം മുമ്പേ നാട്ടിലെത്തുന്നുള്ളൂ. ഭഗവാൻ അനുഗ്രഹിച്ച് കുഴൽമന്ദം സാറിനെ ആ സമയം കാണാനിടയായി. സാറ് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഏകാദശിയുടെ ഒന്ന് പോയത് തന്നെ. എന്നിട്ടും പാടാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഏകാദശി നാളിൽ തന്നെ ഭഗവാന്റെ മുന്നിൽ പാടാൻ പറ്റിയത്
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നാഷണൽ അവാർഡാണ് അത് സത്യം പറഞ്ഞ. സത്യം. അതെ അല്ലേ, അതിന് ഫസ്റ്റ് എപ്പിസോഡല്ലേ പോലും ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓവർ എക്സൈറ്റഡ് ആയി. ഇനിയുള്ള എല്ലാ ഷോസിലും ഇത് കാണാനും കേൾക്കാനും പറ്റും അതെ. വികാസം ആണെങ്കിലും ഇപ്പൊ എന്റെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാം തൊട്ടിട്ട് എനിക്കറിയാം. ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് ബാക്ക് എനിക്കറിയാം. അന്ന് ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാം. അപ്പൊ അന്ന് തന്നെ ഓരോ ഇത് കേൾക്കുമ്പോ പാട്ട് കേൾക്കുമ്പോൾ എന്റെ അടുത്ത് പറയാറുണ്ട്. മീൻസ് അന്ന് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, അപ്പോഴും ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. സപ്പോർട്ട് നമുക്ക് എപ്പോഴും അത് നല്ല രസമുണ്ട് കേൾക്കാൻ. ഒരു എന്താ പറയാ, ആ ഒരു പെർഫെക്ഷൻ ആയിട്ട് സിംഗറുടെ കയ്യിൽ കേൾക്കാൻ നല്ല രസം. മധുരവും അതിമധുരവും ഇരിക്കുന്ന പോലെ ഉണ്ട്. എനിക്കൊരു ഡബിൾ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഗുരുവായൂരാണ്, ഒരേ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ പറഞ്ഞില്ല. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ, അവിടെ തന്നെയാണ് ഞാനും പഠിച്ചത്. ബാക്കി വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി. അതെ അതെ, ഉറപ്പായിട്ടും. അത് നമ്മള് സൂം മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല. LF എന്ന് ജസ്റ്റ് പറഞ്ഞു, പക്ഷെ കോളേജിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പൊ കേട്ടപ്പോഴാണ് ഞാൻ LF കോളേജിലാണ് പഠിച്ചത്. എവിടെയോ ഒരു ഹിന്ദി ഞാൻ കേട്ടു, അതാണ് ഞാനിപ്പോ ഒന്ന് കൺഫേം ചെയ്തത്. LF-ലാണോ ഒരു ഡിവറ്റ് ഹിന്ദി പാടിയെങ്കിലും ഇപ്പൊ മലയാളം പാടി, തമിഴ് പാടി, വെസ്റ്റേൺ പാടി, അറബിക്ക് പാടി. നമുക്കൊരു ഹിന്ദി സോങ് നോക്കല്ലേ? അതല്ലേ, തീർച്ചയായും തീർച്ചയായും. അതിന്റെ റീമിക്സ് വേർഷൻ ആണോ ഇപ്പൊ ഈ അടുത്ത്? അതിന്റെ റീമിക്സ് ഒരു ബാഹുമ ചലയുക പഴയ സോങ് അല്ലേ? അത് പഴയ സോങ് ആണ്. റീമിക്സ് ഒക്കെ എല്ലാത്തിനും റീമിക്സ് ആണ്. അല്ല, ഈ അടുത്തൊരു ആൽബം ഇറങ്ങിയിട്ടായിരുന്നു. ഇത് ആൽബം അല്ല, ഒരു ഫിലിമില് വീണ്ടും വന്നിട്ടായിരുന്നു. അതെ, ഇതൊന്നും അറിയില്ല. चले ही जाना है नजर चुरा के यूं, फिर था मीठी साजन तुमने मेरी कलाई क्यों, हाँ चले ही जाना है नजर चुरा के यूं, फिर था मीठी साजन तुमने मेरी कलाई क्यों, किसी को अपना बना के छोड़ दे ऐसा कोई नहीं लगता, बाहों में चले हो हमसे सनम क्या पर्दा, हो हमसे सनम क्या पर्दा, ये आज का नहीं मिलन ये संग है उम्र भर का, बाहों में चले हो हमसे सनम क्या पर्दा, हो हमसे सनम क्या पर्दा. രേഷ്മയുടെ ഏറ്റവും പറയട്ടെ ഒരു കാര്യം പറയട്ടെ, സിംഗേഴ്സ് ഇപ്പൊ ഒരുപാടുണ്ടാവും, പക്ഷെ എക്സ്പ്രഷൻ കൊടുത്ത് പാടുക, ആ ഒരു ലിറിക്സിന്റെ ആ മീനിങ്സ് മനസ്സിലാക്കി അവിടെ കൊടുത്ത് പാടുക എല്ലാവർക്കും പറ്റും. ഇപ്പൊ നമ്മൾ സുജാത ചേച്ചിനൊക്കെ പറയാറില്ലേ, ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ചേച്ചിയുടെ ഒരു ഒരു ശൈലിയില് ശരിക്കും ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു. അതെ അതെ, ശരിക്കും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും സിംഗറോ വല്ലാതെ റോൾ മോഡൽ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരും ചിത്ര ചേച്ചി, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രേയ ഘോഷൽ. ഇവർ രണ്ടുപേരും. അതെ, എനിക്ക് ആഗ്രഹമായിരുന്നു ശ്രേയ ഘോഷലിന്റെ ഷോ കാണണമെന്ന്. അങ്ങനെ ISC വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷോ കാണാം. എനിക്ക് ഇങ്ങനെ ദൂരെ പോലെ അടുത്തൊന്ന് കാണണം. അങ്ങനെ ഫ്രണ്ടിലിരുന്ന് എന്താ പറയാ, നമ്മളിങ്ങനെ എന്താ പറയാ മെസ്മറൈസ്ഡ് ആയിട്ട് ഇരുന്ന് പോയതാണ്. ഇനി അടുത്ത ആഗ്രഹമുള്ള ചിത്ര ചേച്ചിയുടെ ഷോ മുന്നിലിരുന്ന് കാണുന്നതാണ്. ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. എന്നെ വിളിക്കണം. നീ സ്റ്റാൻഡേർഡ് കണ്ട് അതെ, പാടാനല്ല, പാർട്ട് 1 കുറച്ച് മുന്നേ ഒരു പാർട്ട് 1 നടന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇന്ന് എല്ലാം നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് പിന്നിലും ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി ഉണ്ടായിരുന്നു. അതിന് പിന്നിലും ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി ആക്ച്വലി ഉണ്ട്. ഇതിന്റെ സ്റ്റാൻഡ് നീ എടുക്കാണ്ട് വന്നതിന്റെ പിന്നിൽ അത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ലക്ഷങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ രേഷ്മ ചേച്ചി എന്തോ ഒന്ന് മറന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്നും ആയിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ ചേച്ചി നമ്മൾ എന്തോ മറന്നു റെക്കോർഡ് ബട്ടൺ വർക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് അനുഭവമുണ്ട്. ഈ പുള്ളിക്കാരനാ ഓർമ്മിപ്പിച്ചു. അല്ല ഞാൻ പറഞ്ഞ അത് ഭാഗ്യത്തിന് സച്ചുവേട്ടൻ ഇതെടുത്ത് തന്നു. അല്ല ഞാൻ അപ്പഴേ പറഞ്ഞ ക്യാമറയുടെ ബാക്കിൽ ഇരുന്ന് ഞാൻ വായിച്ചോളാം. ശ്രേയ ഘോഷാലിന്റെ ഏതെങ്കിലും ഒരു സോങ് പാടാം? ഇപ്പൊ ഞാൻ ശ്രേയ ഘോഷാലിന്റെ ഇപ്പൊ പാട്ടൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ തൽക്കാലം ഞാനൊരു അല്ല ജസ്റ്റ് ഒരു 2 വരി, അത് അല്ലാണ്ട് ഇതല്ല. ഇഷ്ടമുള്ള പാട്ടുകൾ കുറെ മലയാളം ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ആ അനുരാഗ് വിലാസിന്റെ കാത്തിരുന്നു എന്ന് നിന്റെ മതി. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോയി വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി ആഴമായി നൂലു പോലെ നേർത്തു പോയി ചിരി മറന്നു പോയി. വലിയ പ്രത്യേകത മലയാളം പ്രൊനൗൺസിയേഷൻ രക്ഷയില്ല. മലയാളം നല്ല ഏത് ലാംഗ്വേജിൽ പാടിയാലും ശ്രേയ ഘോഷാലിന് ആ ഒരു ലാംഗ്വേജുമായിട്ട് നല്ല കണക്ഷൻ, അതൊരു മദർ ടങ് ആണെന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മലയാളി ശരിക്കും പ്രൊനൗൺസിയേഷൻ. അതുപോലെ ഉണ്ട്. അതെ അതെ അല്ല കദളി ചെങ്കദളി മറ്റേ ലതാ മങ്കേഷ്കറുണ്ട്. കേട്ടപ്പോഴേ നമുക്കറിയാം മലയാളി ഇല്ലാത്ത പക്ഷേ ശ്രേയയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്തില്ല. അതെ അതെ ശരിക്കും. രേഷ്മ ഓരോ സീസൺ വരുമ്പോ ഒരു കളക്ഷൻ ഓഫ് സോങ് പുതിയത് പഠിക്കുവോ? അങ്ങനെയാണോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ? നമ്മള് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത പിന്നെ അതെ 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 അത് ഒരു ട്രെൻഡായി നിൽക്കുന്ന സോങ്സും പഠിക്കും. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സോങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ട് കുട്ടികളുടെ ട്രെൻഡ് സോങ് ഇല്ലേ, ആപ്പറ്റെ അത് റീലിന്റെ ഇമ്പാക്ട് ആണ്. അത് റീല് ചെയ്തിട്ടുള്ള ഇമ്പാക്ടിലായിരിക്കും അതായിരിക്കും അടുത്ത പഠിച്ചിറക്കുന്നത്. ഇപ്പൊ പഠിക്കുക ആപ്പറ്റെ ആപ്പറ്റെ എന്നുള്ള സോങ് ഇപ്പൊ പഠിക്കാൻ ശരിയല്ല, അതിന്റെ മ്യൂസിക് പ്രോപ്പർ ആയിട്ട് വേണം. പക്ഷെ അതൊരു ട്രെൻഡിങ് ആണ്. പിന്നെ പുതിയ പാട്ടുകൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പുതിയ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ഏതെങ്കിലും മൂവീസിന്റെ ഏതെങ്കിലും മിന്നലെ സോങ് പുതിയതായിട്ട് എനിക്ക് മനസ്സിലപ്പോ ഒന്നും പെട്ടെന്ന് കയറി വരുന്നില്ല. അത് വികാസിനെ കുറച്ചുകൂടി ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടെന്നാണോ എന്റെ അർത്ഥം? പുതിയ പാട്ട് ഇവിടെ വന്ന് ടെൻഷനായോ? സമാധാനം ഇഷ്ടമുള്ള പാടിക്കോ, ഞാൻ പിടിച്ചോ. അതാണ് ടെൻഷൻ എന്താന്ന് മനസ്സിലായില്ലേ? ഞാൻ തൽക്കാലം ഞാനൊരു കവർ ചെയ്ത ഒരു സോങ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു സോങ് സുന്ദരി സോങ്, അത് ഓക്കെ കവർ സോങ് ആണ്. ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ഒരു 8 മാസമായി ഇറക്കിയിട്ട് ആ സോങ് ഒന്ന് പാടാം. ഹിന്ദി അറബിക് ഹിന്ദിയും തമിഴും കൂടെ. ഇളയരാജ സോങ് തന്നെയാണ്. അതെ ദളപതി അല്ലേ? ഇത് നമ്മുടെ സുന്ദരി കണ്ണാലൊരു സീരി ആ പാട്ട് അപ്പൊ ഒന്ന് പ്ലേ ചെയ്താ கண்ணாலொரு சேதி சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதிற்காக
तू होगा जरा पागल, तूने मुझको है चुना। तू होगा जरा पागल, तूने मुझको है चुना। कैसे तूने अन कहा सब सुना। तू होगा जरा पागल, तूने मुझको है चुना। तू दिन सा है मेरा आना, दोनों मिल जाए शामों की तरह। इन्नये തന്നേനുനക്കാക ജന്മമേ കൊണ്ടേനതിർക്കാക സുന്ദരി കണ്ണാലൊരു സേരി സുന്ദരി എന്നാൽ നല്ല തേരി നാനുനെ നീങ്ക മാട്ടേ നീങ്ങിനാ തൂങ്ക മാട്ടേ சேர்ந்ததே நம் ஜீவனி സുന്ദരി കണ്ണാലൊരു സേരി സുന്ദരി എന്നാൽ നല്ല തേരി ഇന്നയെ തന്നേനുനക്കാക ജന്മമേ കൊണ്ടേനതിർക്കാക. ടോക്ക് ഓഫ് ദ ടൗണിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നു ആദിത്യ. പൊളിയിടാ. ഇപ്പൊ അടുത്ത ഷോർട്ട് ഫിലിം ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യട്ടെ, നല്ല നല്ല സിനിമകളിലേക്ക് കയറട്ടെ, എല്ലാ ഡ്രീംസും പൂവണിയട്ടെ. അപ്പോ രേഷ്മ ഫുള്ള് ഇളയരാജയാണ് പാടിയത്. കട്ട റഹ്മാൻ ഫാൻ എന്നുള്ള നിലയിൽ ഒരു റഹ്മാന്റെ ഒരു പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? റഹ്മാൻ സോങ് ഏതെങ്കിലും നമുക്ക് മലർകളെ ഇതുപോലൊരു ബാക്ക് സപ്പോർട്ട് ഒരാളുണ്ടെങ്കിൽ സപ്പോർട്ട് അതെ അതെ എന്തും സാധ്യമാണ്. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதி நீயானால் அடைநானே, சிறு பறவை நீயானால் உன் வானம் நானே. புது வெள்ளை மழை இங்கு பொழிகின்றது, இங்கு கொள்ளை நிலா உடல் நனைகின்றது. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ചാനലിൽ യൂട്യൂബ് അല്ലെ UBL ചാനലിൽ ഞങ്ങളുടെ വികാസ് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കുറേ നാളെ വരൂ, ഒരു മൂന്നാമത്തെ പ്രാവശ്യം. അപ്പോൾ ഇതിന് എനിക്കൊരു അവസരം തന്ന വികാസിനും UBL ചാനൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ ഇത് UBL ചാനലിൻ്റെ എല്ലാ പ്രോഗ്രാംസും സക്സസ്ഫുൾ ആവും. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ഇനിയും വരണം. അപ്പോ hope you enjoy the show. Signing off, Vikas Karthik. Radhika Menon. സ്നേഹ. താങ്ക് യു.